അർജുൻ പീതാംബരൻ തുടരുന്നുണ്ട്. അർജുൻ, ഏറ്റവും പുതിയതായിട്ട് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? പൂജ, ഒരു സന്ദേശം വന്നിട്ടുണ്ട് പ്രതിരോധ വൃത്തങ്ങളിൽ നിന്നും. ഞാൻ വായിക്കാം. Indian Army is retaliating strongly opposite the Jammu sector in view of the drone attacks on Indian cities by the Pakistan Army along the line of control and international border. Defense forces, അതായത് തിരിച്ചടി നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം സൈനിക വൃത്തങ്ങൾ സ്ഥിരീകരിക്കുന്നു. സൈനിക വൃത്തങ്ങൾ പറയുന്നു ഇന്ത്യ തിരിച്ചടിക്കുന്നുണ്ട് പാകിസ്ഥാൻ്റെ മണ്ണിൽ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനമായിട്ടും കാണുന്നത്. ഈ നേരത്തെ ഞാൻ വ്യക്തമാക്കിയിട്ടുള്ള പാകിസ്ഥാൻ മീഡിയയിലെ റിപ്പോർട്ടുകൾ ചിലയിടങ്ങളിൽ ഖാരിയാനിലടക്കം ഇന്ത്യയുടെ ഡ്രോണുകൾ കണ്ടെത്തി അല്ലെങ്കിൽ കണ്ടു എന്നുള്ള വാർത്തകൾ ഇതുമായി ചേർത്ത് വയ്ക്കാവുന്നതാണ്. നിലവിലെന്തായാലും സൈനിക വൃത്തങ്ങൾ സ്ഥലങ്ങൾ സ്ഥിരീകരിച്ചിട്ടില്ല എവിടെയൊക്കെ എന്നുള്ളത്. നിലവിൽ ഇതിൽ പറയുന്നത് ഓപ്പോസിറ്റ് ദ ജമ്മു സെക്ടർ ആൻഡ് എലോങ് ദ ലൈൻ ഓഫ് കൺട്രോൾ ആൻഡ് ഇൻ്റർനാഷണൽ ബോർഡർ എന്നാണ്. ഇതിൽ ഈ ഇൻ്റർനാഷണൽ ബോർഡറും അതുപോലെ തന്നെ ലൈൻ ഓഫ് കൺട്രോളിനും സമീപത്ത് നടക്കുന്നത് നമുക്ക് ഷെല്ലിംഗ് ആണെന്നും അതുപോലെ തന്നെ ഇന്ത്യൻ കരസേനയുടെ നേരിട്ടുള്ള തിരിച്ചടിയാണെന്നും അനുമാനിക്കാം. പക്ഷേ ജമ്മു സെക്ടറിന് അടുത്തായിട്ട് ഈ പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് ജമ്മു കാശ്മീരിൽ ഇന്ത്യ ഡ്രോണുകളടക്കം ഉപയോഗിച്ച് തിരിച്ചടിക്കുന്നു എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത്. അതിൽ പാകിസ്ഥാൻ മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ചിലയിടങ്ങൾ സിയാൽകോട്ട് അതുപോലെ തന്നെ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് ജമ്മു കാശ്മീരിൻ്റെ പഞ്ചാബ് പ്രവിശ്യയിൽ, അതായത് പാകിസ്ഥാന് കീഴിലുള്ള പഞ്ചാബ് പ്രവിശ്യയിൽ, ഞാൻ നേരത്തെ പറഞ്ഞ മേഖലകളൊക്കെ അവിടെയാണ് വരുന്നത്. ഈ ഖാരിയാൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ അവിടെയാണ് വരുന്നത്. അവിടെയൊക്കെ ഇന്ത്യയുടെ ഡ്രോണുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ജലാൽപൂർ ജട്ടാനിലുൾപ്പെടെ ഇന്ത്യൻ ഡ്രോണുകൾ കണ്ടു എന്നുള്ള വാർത്തകൾ അതുമായി ചേർത്ത് വയ്ക്കാവുന്നതാണ് ഇപ്പോൾ ഈ സൈനിക വൃത്തങ്ങൾ പുറത്ത് വിടുന്ന വാർത്തകൾ. എന്തായാലും ഇതിൻ്റെ സ്ഥിരീകരണം നാളെയേ ഉണ്ടാകുള്ളൂ എന്നുള്ള കാര്യം ഇപ്പോൾ നമുക്ക് അനുമാനിക്കാം. കൂടുതൽ വിശദാംശങ്ങൾ എന്തായാലും കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം നാളെയെ പുറത്തുവിടുള്ളൂ. എന്തായാലും ഇന്ത്യ ശക്തമായി തന്നെ റിട്ടാലിയേറ്ററി മെഷർ സ്വീകരിച്ചിരിക്കുന്നു. അതായത് തിരിച്ചടി പലയിടങ്ങളിലായിട്ട് നടക്കുന്നുണ്ട് ഈ പാക് അധീന ജമ്മു കാശ്മീരിൽ.